നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. സ്റ്റാർ മാജിക് എന്ന പരിപാടി കണ്ടവർ അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ലാത്ത മുഖമാണ് നടി ഡയാന ഹമീദിന്റേത്. നിരവധി ആരാധകരെയാണ് ഈ ഒരു പരിപാടി കൊണ്ട് താരം സ്വന്തമാക്കിയിട്ടുള്ളത്. സ്റ്റാർ മാജിക്കിൽ മാത്രമല്ല, സീരിയലിലും സിനിമയിലും ഷോർട്ട് ഫിലിമുകളിലും ഒക്കെ തന്റേതായ സാന്നിധ്യം ഉറപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു നടി തന്നെയാണ് ഡയാന. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ നടി ഡയാന ഹമീദ് അമീൻ തടത്തിൽ വിവാഹ വാർത്തയാണ്. അമീൻ തടത്തിലും ഡയാന ഹമീദും ഒന്നിക്കുന്നത് കാണാനായി പ്രിയപ്പെട്ടവരെല്ലാം ഓടിയെത്തിയിരുന്നു. അതേസമയം ഡയാനയുടെ വിവാഹത്തിനെത്തിയ അനു മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചത് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു. ബെൻസ് കാറിൽ വന്നാൽ എന്താണ് പ്രശ്നം? ഞാനും ആ കമന്റ് വായിച്ചിരുന്നു. അസിസിക്കയ്ക്ക് ബെൻസ് കാറിലോ BMW വന്നൂടെ? എന്തിനാണ് വണ്ടിയുടെ പേര് കൊടുക്കുന്നത്? മോഡൽ പറയാതിരുന്നൂടെ എന്നായിരുന്നു മാധ്യമങ്ങളോട് അനു ചോദിച്ചത്. പാവം ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊന്നും ക്യാപ്ഷൻ കൊടുക്കരുത് എന്നും അനു പറഞ്ഞു. എപ്പോഴാണ് കല്യാണം എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് സമയമാകുമ്പോൾ നടന്നോളും. അന്ന് ഞാൻ പറഞ്ഞത് ഷിയാസിക്കയുടെ കല്യാണത്തെ കുറിച്ചാണ്. അത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്റെ കല്യാണം എന്നതിനൊപ്പം ഒരാളുടെ എന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇത്തവണ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള ടെലിവിഷൻ പുരസ്കാരം ലഭിച്ചത് അനുവിനായിരുന്നു. സൂസു സുരഭിയിലെ അഭിനയം പരിഗണിച്ചാണ് അവാർഡ്. ഒരുപാട് ആഗ്രഹിച്ചതാണ്, എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്നതാണ്. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല, എല്ലാം ദൈവ അനുഗ്രഹം എന്നായിരുന്നു അനു പറഞ്ഞത്. അബി വെഡ്സ് മഹിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ജോഡികളാണ് അനുവും ജീവനും. അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവരും. ഡയാനയുടെയും അമീന്റെയും വിവാഹത്തിന് അനു എത്തിയത് ജീവനൊപ്പമായിരുന്നു. സാരിയായിരുന്നു അനുവിന്റെ വേഷം. വീഴരുതെന്ന് പറഞ്ഞ് കൈപിടിച്ച് കൂടെ കൂട്ടുകയായിരുന്നു ജീവൻ. അമീനും ഡയാനയും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. എന്റെ ചക്രയാണ് ഡയാന. അമീനെ ഞാൻ അമുൽ ബേബി എന്നാണ് വിളിക്കാറുള്ളതെന്നും അനു പറഞ്ഞിരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ് ചക്കരെ, പുതിയൊരു യാത്ര തുടങ്ങുകയാണ് നിങ്ങളെന്നും അനു കുറിച്ചിരുന്നു. എന്നെന്നും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുക, ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകളും. ഇനി ഒരുപാട് വർഷങ്ങൾ ഒന്നിച്ചു എന്നുമായിരുന്നു അനു ചിത്രങ്ങൾക്കൊപ്പമായി കുറിച്ചത്. ഇതിനകം തന്നെ അനുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർ മാജിക് താരങ്ങളെല്ലാം ഒന്നിച്ചൊരു കല്യാണം കൂടിയായിരുന്നു ഇത്. ആതിര മാധവും മൃദുല വിജയും അടക്കം സെലിബ്രിറ്റികളും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നതെന്ന് ഇരുവരും പറഞ്ഞിരുന്നു. വീഡിയോ പകർത്തുന്നതിനിടെ ഇരുവരും ഒന്നിച്ച് ചിത്രങ്ങളും പകർത്തിയിരുന്നു. അതേസമയം കല്യാണം കഴിഞ്ഞ് ഡയാനയും അമീനും ആദ്യമായി പങ്കെടുത്ത ചാനൽ പരിപാടിയായിരുന്നു കോമഡി മാസ്റ്റേഴ്സ്. മികച്ച സ്വീകരണമായിരുന്നു ഇവർക്ക് ലഭിച്ചത്. മാച്ചിങ് ഡ്രസ്സിലായിരുന്നു ഇരുവരും എത്തിയത്. കല്യാണം കഴിഞ്ഞ് നേരെ ഇവിടേക്ക് വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞായിരുന്നു അമീൻ സംസാരിച്ചത്. 4 വർഷം മുൻപ് എന്റെ കല്യാണം നോക്കി തുടങ്ങിയതാണ് ശ്വേത ചേച്ചി. ഫീൽഡിൽ എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചത് ചേച്ചിയായിരുന്നു. ഷോ കാണാനൊക്കെ ആളുകൾ വരുമ്പോൾ ആരെങ്കിലും നല്ല കുട്ടികളുണ്ടെങ്കിൽ അമീനെ ബന്ധപ്പെടണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ചേച്ചി അവിടെ അമീന് കല്യാണം ആലോചിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഡയാനയ്ക്ക് പ്രൊപ്പോസൽസ് നോക്കുന്നുണ്ടായിരുന്നു എന്നാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി പറഞ്ഞത്. അമീൻ ഇന്നേ വരെ ഡയാനയുടെ മുഖത്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്നായിരുന്നു നോബി പറഞ്ഞത്. ലവ് മാരേജ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇത് അറേഞ്ച്ഡ് മാരേജ് ആണെന്നായിരുന്നു ഡയാന പറഞ്ഞത്. 1 വർഷം മുന്നെയാണ് ഞാൻ അമീനെ കുറിച്ച് കേൾക്കുന്നത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആതിര മാധവ് അമീൻ വർക്ക് ചെയ്യുന്ന സീരിയലിൽ അഭിനയിച്ചിരുന്നു. അങ്ങനെ അവർ സുഹൃത്തുക്കളായി. അവളാണ് എന്നോട് നിനക്ക് അമീനെ കെട്ടിക്കൂടെ എന്ന് ചോദിച്ചത്. നല്ല പയ്യന്മാരെ കണ്ടാൽ അവൾ എന്നോട് നിനക്ക് നോക്കിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. എന്നോട് ചോദിച്ചതുപോലെ തന്നെ അവൾ അമീനോടും പോയി ചോദിച്ചിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ഷോയിൽ ഒന്നിച്ചുണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര ചമ്മലായിരുന്നു ഞങ്ങൾക്ക്. എനിക്ക് കല്യാണം ആലോചിച്ച പയ്യനെന്ന ലേബലിൽ അമീനെ നോക്കാനേ മടിയായിരുന്നു. ഞങ്ങൾ രണ്ടറ്റത്തൊക്കെ മാറിയിരുന്നു നിൽക്കാറ്. പിന്നെയാണ് ഞങ്ങൾ ആതിര പറഞ്ഞ കാര്യം സീരിയസ് ആയി എടുത്തൂടെ എന്ന് ആലോചിച്ചത്. എന്റെ വീട്ടുകാരുമായും അമീന്റെ വീട്ടുകാരുമായും എല്ലാം വിവാഹത്തെ കുറിച്ച് സംസാരിച്ചത് അവളാണ്. അങ്ങനെ ഒരു നിമിത്തം പോലെ ഞങ്ങൾ ഒന്നിച്ചു എന്നായിരുന്നു ഇരുവരും പറഞ്ഞത്. കൂടപ്പിറപ്പിനെ പോലെയാണ് എനിക്ക് ഡയാന. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അമീൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. രണ്ടുപേരും ഒന്നിച്ചാൽ അടിപൊളി ആയിരിക്കുമെന്നും എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് വിവാഹം ആലോചിച്ചത്. വ്ലോഗിലൂടെയായി ഇവരുടെ നിക്കാഹിന്റെ വിശേഷങ്ങളും ആതിര പങ്കുവച്ചിരുന്നു. ഞങ്ങളുടെ കല്യാണം നടക്കാൻ കാരണക്കാരിയായവൾ എന്നായിരുന്നു അമീൻ ആതിരയെ വിശേഷിപ്പിച്ചത്.